ഇപ്പൊ നാട് നീളെ ഇപ്പൊ 1 കോടി ഇനാം. നമുക്കറിയാം ഇങ്ങനത്തെ കോടി ഇഷ്ടം പോലെ ഉണ്ട്. ആ കോടി കണ്ട് പേടിച്ചിട്ടാ നമ്മളിവിടെ മാറുന്നത്. ആലുവ സംവാദം കഴിഞ്ഞപ്പോ ഖുറാഫികൾക്ക് 1 കോടി രൂപ ഇനാം. ഇപ്പതാ തിരിച്ചപ്പുറത്ത് 1 കോടി രൂപ ഇനാം. അന്ന് അനസ് മുസ്ലിയാർ പറഞ്ഞ മറുപടി ഉണ്ട്, അതാ പറയാനുള്ളത്. ഖുറാഫികൾ 1 കോടി രൂപ ഇനാം എന്ന് പറഞ്ഞപ്പോ അനസ് മുസ്ലിയാർ പറഞ്ഞ കോടി തെരഞ്ഞിന് കുഴപ്പമില്ല, പക്ഷെ ഹലാലായത് വരണം എന്നാ. അപ്പൊ ഖുറാഫികൾ നിർത്തി, അത് നമ്മൾ എടുത്തില്ലാതെ. അതന്നെ എപ്പോഴും പറയാനുള്ളത്. ഹലാലായതുണ്ട് അവരെ പലിശന്റെ പൈസ, ഏതെങ്കിലും ജൈവന്റെ കാശോ ആ മീഡിയ പണിന്റെ പൈസ അത് നമുക്ക് വേണ്ട. ഹലാലായി മര്യാദക്ക് നയിച്ചുണ്ടാക്കിയ പൈസ ഉണ്ടെങ്കിൽ തിരക്കിൽ ശേഷം ഉണ്ടാവും നമുക്ക് തോന്നുന്നില്ല. എപ്പത്തെ അവസ്ഥയിൽ ഇപ്പൊ പ്രമാണമല്ലല്ലോ, പ്രമാണിയാണല്ലോ. അപ്പൊ ഏതായിരുന്നാലും എന്താ ആയത്ത്? യൗമ യഹ്ശുറുഹും ജമീഅ, അന്ത്യനാളില് വയൗമ യഹ്ശുറുഹും ജമീഅ, അല്ലാഹു തആല എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ജിന്നും ഇൻസും മലക്കും എല്ലാവരും ഉണ്ടാവും. എന്നിട്ട് അവിടുന്ന് ആരെയാണോ ആരാധിച്ചത്, ഈ ആരാധിക്കപ്പെട്ടവരും ആരാധിച്ചവരും ഒരുമിച്ച് കൂട്ടപ്പെടും. അപ്പോൾ ജിന്നുകൾ ആരാധിച്ച മനുഷ്യന്മാരും ആ ജിന്നുകളും ഒരുമിച്ച് കൂട്ടപ്പെടും. അന്ന് ജിന്നുകളോട് അല്ലാഹു പറയും, യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി, ഏ ജിന്ന് സമൂഹമേ, നിങ്ങൾ ധാരാളം മനുഷ്യരെ വഴി പിഴപ്പിച്ചുവല്ലോ എന്ന് അല്ലാഹു ജിന്നുകളോട് പറയും. അപ്പോൾ ഈ ജിന്നുകളുടെ ഔലിയാക്കളായ ഇൻസുകൾ പറയും, ജിന്നുകളുടെ ഔലിയാക്കളായ ഇൻസുകൾ പറയും, എന്തു പറയും? റബ്ബേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു. നീ ഞങ്ങൾക്ക് അവധിയായി നിശ്ചയിച്ച അവധിയിലേക്ക് ഞങ്ങൾ എത്തുകയും ചെയ്തു. അഥവാ ഞങ്ങൾ ആയുസ് കഴിഞ്ഞു, ഞങ്ങൾ ഇതാ മരിച്ച് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു. അപ്പൊ അല്ലാഹു പറയും, ഖാലന്നാറു മസ്വാക്കും, നിങ്ങളുടെ മടക്കസ്ഥലം നരകമാണ്. ഖാലിദീന ഫീഹാ, നിങ്ങൾ ശാശ്വതരാണ്. ഇല്ലാ മാ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത് ഒഴികെ. ഇതാണ് ആയത്തിന്റെ പ്രസക്ത ഭാഗം. അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞ ഇസ്തിംതാഅ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുക്കൽ, അതിന് ഒരുപാട് കാര്യം കിട്ടി. നാസസുല്ലമിയുടെ 3 ചോദ്യത്തിന് ഉത്തരം ഈ ഒറ്റ ആയത്താണ്. രണ്ടാമത്തെ ചോദ്യം എന്താ? ജിന്നും മലക്കും തമ്മിൽ എന്ത് കാര്യകാലബന്ധാ ഉള്ളത്? അത് ഏത് ആയത്താ തെളിവ്? ഈ ആയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു. അപ്പൊ എന്ത് മനസ്സിലായി? അങ്ങനത്തെ സംവിധാനം ഉണ്ട്. പിന്നെ ചോദ്യം എന്താ? KJUവിന്റെ പേരിൽ പുറത്തിറങ്ങിയ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സർക്കുലർ, KJUവിന്റെ പേര് ഈ സർക്കുലർ ഖുർആനിലെ ഏതു ആയത്തിനാണ് എതിര്? ഈ ആയത്തിനാണ് എതിര്. ഞാൻ പറഞ്ഞു ഖുർആന് മൊത്തം എതിരാണ്, ഹദീസിന് മൊത്തം എതിരാണ്. ഖുർആനിലോ ഹദീസിലോ എവിടെയും ജിന്നുകളോട് എന്ത് ചോദിച്ചാലും ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഖുർആന് മൊത്തം എതിര്, പ്രത്യേകിച്ച് ഈ ആയത്തിനെതിര്. അല്ല, ഈ ആയത്തിലും പറഞ്ഞ ഇസ്തിംതാഅ് ശിർക്കായത് മാത്രമല്ല. ഖുർത്തുബീന് വായിച്ചു കൊടുത്തു, ഇബ്നു അബ്ബാസ് തങ്ങളുടെ വിശദീകരണം വായിച്ചു. ഇനി എന്താ അവിടെ ഉള്ളത്? അവര് പറയുന്നു, റബ്ബേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു. ആര് പറയുന്നു? ഖാല ഔലിയാഉഹും മിനൽ ഇൻസി, ജിന്നുകളെ ഔലിയാക്കളായി സ്വീകരിച്ച, ജിന്നുകളെ മിത്രങ്ങളായി മാറിയ, ജിന്നിന്റെ ഔലിയാക്കളായി മാറിയ ഇൻസുകൾ. അപ്പൊ ദുന്യാവെന്ന് ജിന്നുകൾക്ക് അദശക്തി കൽപ്പിച്ച്, ജിന്നുകൾക്ക് ദിവ്യത്വം കൽപ്പിച്ച്, അവരെ അനുസരിച്ച്, അവരെ ആരാധിച്ച്, അവരെ പൂജിച്ച്, അവരോട് പ്രാർത്ഥിച്ച ആളുകൾ, അതാണ് ഔലിയാഉഹും മിനൽ ഇൻസി. അവര് പറയുമെന്ത്? ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു. അവരോട് പറയും, നിങ്ങൾ നരകത്തിലാണ്, ശാശ്വതരാണ്. അവർ ചെയ്ത ഇസ്തിംതാഅ് ശിർക്കായത് തന്നെ. അവർ ചെയ്ത ഇസ്തിംതാഅ് 100% ശിർക്കല്ലാത്ത ഇസ്തിംതാഅ് അവർക്കില്ല. പക്ഷെ ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കി, ജിന്നും മലക്കും തമ്മിൽ ഇസ്തിംതാഅ് ഉണ്ട്, ജിന്നും മനുഷ്യനും തമ്മിൽ ഇസ്തിംതാഅ് ഉണ്ട്, പരസ്പരം ഉപകാരമെടുക്കലുണ്ട്. അത് ജിന്നിനെ ഔലിയാക്കളായി സ്വീകരിച്ചവർക്കുണ്ട്, ഔലിയാക്കളായി സ്വീകരിക്കാത്തവർക്കും ആ ഉപകാരം കിട്ടും. ഔലിയാക്കളായി സ്വീകരിച്ചവർ ചെയ്യുന്ന ഇസ്തിംതാഅ് അവനെ പൂജിക്കലാണ്, അവനെ ആരാധിക്കലാണ്, അവനോട് പ്രാർത്ഥിക്കലാണ്, അവന് വലിയായി സ്വീകരിക്കലാണ്. അതാവട്ടെ ശിർക്കാണ്.
അത് ചെയ്യുമ്പോൾ അവൻ ഇങ്ങോട്ടും ചില ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇനി ഇതൊന്നും ചെയ്യാത്ത മനുഷ്യൻ, ജിന്നിനെ വലിയാക്കാത്ത, ജിന്നിനെ ആരാധിക്കാത്ത, ജിന്നിനെ പൂജിക്കാത്ത ആളുകൾക്കും ചില ഉപകാരങ്ങൾ കിട്ടും അവരിൽ നിന്ന്. എന്തിന്? ഈ ഉപകാരം കൊടുത്തിട്ട് ഇവനെ ശിർക്കിലേക്ക് പിടിച്ചുകൊണ്ടുപോകാൻ. അതാണ് തഫ്സീർ ഖുർത്തുബി പറഞ്ഞത്. ഇബ്നു കസീറും പറഞ്ഞു, ഇല്ലാ അന്നൽ ജിന്ന അമറത് വൽ ഇൻസ അമിലത്. ജിന്നുകൾ കൽപ്പിച്ചു, ഇൻസുകൾ പ്രവർത്തിച്ചു. ജിന്നുകൾ കൽപ്പിച്ചു, ഇൻസുകൾ പ്രവർത്തിച്ചു. എന്തെല്ലാം പ്രവർത്തിച്ചു? ജിന്നുകളെ പ്രേരണക്ക് വഴങ്ങി മദ്യപിക്കുന്നവർ, ജിന്നുകളെ പ്രേരണക്ക് വഴങ്ങി വ്യഭിചരിക്കുന്നവർ, അതെല്ലാം അതിലുണ്ട്. ഒരു സിദ്ധനെ പോയി കണ്ടു, സുഖമില്ലാതായിട്ട്. സിദ്ധൻ പറഞ്ഞു, അസുഖം മാറും, തൽക്കാലം കുറച്ച് കള്ള് വേണം. അപ്പൊ ഇവൻ കൊണ്ടുപോയി കൊടുക്കും കള്ള്. ഇതിനകത്ത് ശൈത്താന്റെ ബോധനമാണ്. കള്ള് വാങ്ങലും മുക്കലും കൊണ്ടുപോലും എല്ലാം ഹറാമാ. ഇവൻ കുടിച്ചിട്ടില്ല, കൊണ്ടുപോയി കൊടുത്തേ ഉള്ളൂ. അതവിടെ കൊണ്ടുപോയി കൊടുത്തു. ഈ സിദ്ധൻ എന്തൊക്കെ പണിയെടുത്തു? ഇവന്റെ അസുഖം തൽക്കാലം ഒരു ആശ്വാസം കിട്ടി. അടുത്ത പ്രാവശ്യം ഇവന് അസുഖം വരുമ്പോ വീണ്ടും ചെല്ലും ഈ തങ്ങളടുത്തേക്ക്. അപ്പൊ തങ്ങൾ പറയും, അസുഖം മാറും, പക്ഷേ മൊഹീദ്ദീൻ ശൈഖിന്റെ പേര് കോഴിയെ നേർച്ചാക്കണം. അപ്പോൾ അതിലും തയ്യാറായി. അപ്പോൾ ചെയ്തു ശിർക്കായി. അന്ന് ചെയ്തതോ ഹറാം, ഇപ്പൊ ചെയ്തോ ശിർക്ക്. ആ ഹറാം എന്തിനു ചെയ്യിച്ചു? ഈ ശിർക്ക് നാളെ ചെയ്യിക്കാൻ. അങ്ങനെ ശിർക്കിനെ കൊണ്ടുപോയി ചാടിച്ചു. അപ്പോൾ അന്നത്തെ ഇസ്തിംതാഅോ ഇവന്റെ കൽപ്പന പ്രകാരം ഇവൻ പ്രവർത്തിച്ചു, മദ്യം കൊണ്ടുപോയി കൊടുത്തു. പകരമായി ഇവന്റെ അസുഖത്തിന് ഒരു താൽക്കാലിക ആശ്വാസം വന്നു. ഇസ്തിംതാഅ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉപകാരമെടുക്കൽ. ആ ഉപകാരമെടുക്കൽ ശിർക്കല്ല. അത് എന്തിനു ചെയ്യൂ? നാളെ പിറ്റേന്ന് ഇവനെ ശിർക്കിലേക്ക് പിടിക്കണമെങ്കിൽ ഇന്ന് ഇതിട്ട് വെക്കണം. അതാണ് ശിർക്കിലേക്കുള്ള വസീല. ആ വാക്കെന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല. വസീയത്തു ശിർക്ക് ശിർക്കിലേക്കുള്ള വഴി എന്നാണ്. ഇതിൽ ഒളിത്തുള്ളിയാണെങ്കിൽ ഒളിത്തത്തേക്ക് വഴി ഉണ്ടെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ശിർക്കിലേക്കുള്ള വഴി. ഈ മദ്യം കൊണ്ടുപോയി കൊടുക്കൽ ഇവന് ശിർക്കിലേക്കുള്ള വഴിയായി മാറി. അത് ഹറാമാണ് അവൻ ചെയ്തത്, വസിയത്തു ശിർക്കാണ് അവൻ ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങളുടെ വാസസ്ഥലം നരകമാണെന്ന് പറഞ്ഞിട്ട് ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത് ഒഴികെ. രണ്ട് രൂപത്തിൽ വ്യാഖ്യാനമുണ്ട്. ഒന്ന്, ജിന്നിനെ പൂജിച്ച്, ജിന്നിനെ ആരാധിച്ച്, ജിന്നിന്റെ സ്വന്തക്കാരായി മാറി, ജിന്നിന്റെ ഔലിയാക്കളായി മാറിയ ആളുകൾ, അവരോടാണ് ഖാലന്നാറു മസ്വാക്കും, നിങ്ങളുടെ മടക്കസ്ഥലം നരകമാണ്, ഖാലിദീന ഫിഹാ, ശാശ്വതരാണ്, ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചത് ഒഴികെ എന്ന് പറഞ്ഞാൽ ഒന്നിൽ ഖബറിലെ ജീവിതത്തിന്റെ കാലഘട്ടം, അല്ലെങ്കിൽ മഹ്ശറിലെ കാലഘട്ടം, അതൊക്കെയാകാം ഇല്ലാ മാഷാ അല്ലാഹ്. അല്ലെങ്കിൽ ഇബ്നു അബ്ബാസ് പറഞ്ഞ വിശദീകരണ പ്രകാരം ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഐ ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചവർ ഒഴികെ. അവ ഉദ്ദേശിച്ചവർ ആര്? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, അത് അൽ ഉസാത്തു മിൻ അഹ്ലി തൗഹീദ്, തൗഹീദിന്റെ അഹ്ലുകാരായി പാപങ്ങൾ ചെയ്ത മനുഷ്യന്മാരെ പറ്റിയാണ് ഈ പറഞ്ഞത്. തൗഹീദിന്റെ ആളാണ് അവൻ, ശിർക്കുവൻ ചെയ്തിട്ടില്ല, തൗഹീദിന്റെ ആളാണ്, പക്ഷെ പാപങ്ങൾ ചെയ്തു ഇസ്തിംതാഇന്റെ ഭാഗമായിട്ട്. ഓനെ പറ്റിയാണ് ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞത്. അത് ഫത്ഹുൽ ഖദീറിൽ കാണാം, അത് ഖുർത്തുബിയിൽ കാണാം, അതേപോലെ മിൻ അഹ്ലിൽ ഈമാൻ, അഹ്ലുൽ ഈമാനെ കുറിച്ചാണ് എന്ന് കാണാം. ആ ഭാഗം നമ്മളൊന്ന് വായിച്ചു. അവിടെ ഒരക്ഷരം ഇടാൻ കഴിഞ്ഞില്ല, അതില്ല എന്ന് പറഞ്ഞില്ല, ശരിയല്ല എന്ന് പറഞ്ഞില്ല, ദുർവ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞില്ല. പുറത്തിറങ്ങിയിട്ട് എന്താ ചെയ്യാ? പരസ്പരം താങ്ങാൻ പോലും വയ്യ, കാരണം എല്ലാവരും തളർന്നു നിൽക്കുക. അപ്പൊ പിന്നെ തൽക്കാലം പറഞ്ഞു ഒപ്പിച്ചു, മൂപ്പർ ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയാന്ന്. അതാണ് ഇപ്പൊ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിനിയും സൂചിപ്പിക്കാനുള്ളത് മാത്രമല്ല, ഒറ്റ കാര്യം കൂടി. ഈ ഒരു ആയത്ത് ഈ പറഞ്ഞ എല്ലാ തരത്തിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മലയാളക്കരയിൽ KNMന്റെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ്, മനുഷ്യന്റെ യഥാർത്ഥ ശത്രു എന്ന പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ ഉസ്മാൻ സാഹിബ് ഈ ഇസ്തിംതാഇൽ എല്ലാം പറഞ്ഞു. ജിന്നിനെ പൂജിക്കല് പറഞ്ഞു, ജിന്നിനെ സേവിക്കല് പറഞ്ഞു, അവനെ ആരാധിക്കല് പറഞ്ഞു. അതല്ലാതെ മദ്യപാനിക്കും മുച്ചീട്ട് കളിക്കാനും വരെയുള്ള ഇസ്തിംതാഇ ഉസ്മാൻ ഡോക്ടർ പറഞ്ഞു. അവിടെ ശിർക്കാണോ? അല്ല. അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിന്റെ വിവിധ വിഷയങ്ങൾ എന്ന അധ്യായത്തിൽ പറഞ്ഞു, ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി അവന്റെ ഭാഗത്തുനിന്ന് ഉപകാരം കിട്ടും. പ്രത്യേകം സേവിച്ചിട്ടില്ല, ആരാധിച്ചിട്ടില്ല, പൂജിച്ചിട്ടില്ല, ശിർക്ക് ചെയ്തിട്ടില്ല, എന്നാലും ഉപകാരം കിട്ടും. ആ ഉപകാരം ഏതാ? ഹറാമായ ഉപകാരം. അപ്പൊ ഫൈസൽ മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ചെങ്കിൽ അമാനി മൗലവി ദുർവ്യാഖ്യാനിച്ചു പറയേണ്ടി വരും, ഉസ്മാൻ സാഹിബ് ദുർവ്യാഖ്യാനിച്ചു പറയേണ്ടി വരും. ഇനി ലോകാടിസ്ഥാനത്തേക്ക് നോക്കിയാലോ?
ലോകാടിസ്ഥാനത്തേക്ക് നോക്കിയാൽ അവിടെയും കാണാം. നേരത്തെ സൂചിപ്പിച്ച ദൗറയിൽ അവതരിപ്പിച്ച പ്രബന്ധം, ഈ പ്രബന്ധത്തിൽ അവസാനം പറഞ്ഞ എന്താ? ഏറ്റവും അവസാനം പറഞ്ഞത് ജിന്നുകളുമായുള്ള ഇസ്തിംതാഅ്, അന്ന ഇസ്തിംതാഅൽ ജിന്നിയ്യി ബിൽ ഇൻസിയ്യി വൽ ഇൻസിയ്യി ബിൽ ജിന്നിയ്യി മുഹറമുൻ ഫീ നുസൂസിൽ കിതാബി വസ്സുന്നah. ജിന്നും ഇൻസും തമ്മിലും ഇൻസും ജിന്നും തമ്മിലുള്ള ഇസ്തിംതാഅ് മുഹറമുൻ, ഹറാമാക്കപ്പെട്ടതാണ്. ഫീ നുസൂസിൽ കിതാബി വസ്സുന്നah, കിതാബിന്റെയും സുന്നത്തിന്റെയും വ്യക്തമായ അധ്യാപനങ്ങളിൽ ഇത് ഹറാമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രബന്ധത്തിന്റെ അവസാനത്തെ പേജ് അതാണ്. കായക്കൊടി എടുത്തു കൊടുത്തു, ഞാൻ കൂടെ കൂടി കൊടുത്തു. മാത്രമല്ല, സൗദി അറേബ്യയിലെ സ്വാലിഹ് ആലു ഷെയ്ഖ് അദ്ദേഹം പറയുന്നു, എന്താ പറഞ്ഞത്? ഈ ഇസ്തിംതാഅ് പറഞ്ഞിട്ട് അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി, ജിന്നിനോട് ഇസ്തിആനത്ത് സവാഅൻ അകാനു മുസ്ലിമീന അം ഗൈറ മുസ്ലിമീൻ. ജിന്നിനോട് ഇസ്തിആനത്ത്, ഇപ്പൊ ചോദിക്കാം ചില മനുഷ്യന്മാര്, ഇത് ഇസ്തിംതാഅല്ലേ, അത് ഇസ്തിആനത്തുണ്ടോന്നാ? ആലു ഷെയ്ഖ് പറയുന്നു, ജിന്നിനോട് ഇസ്തിആനത്ത് സവാഅൻ അകാനു മുസ്ലിമീന അം ഗൈറ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളാവട്ടെ മുസ്ലിം അല്ലാത്ത ജിന്നാവട്ടെ, ഏത് ജിന്നാണെങ്കിലും വസിയത്തും മിൻ വസായിലി ശിർക്കി, ശിർക്കിന്റെ വസീലകളിൽപ്പെട്ട വസീലയാണ്. മുസ്ലിം ജിന്നാലും വേണ്ടില്ല, കാഫിർ ജിന്നാലും വേണ്ടില്ല, വസീലയാണ്, ശിർക്കിന്റെ വസീലയാണ്. റഷീദ് ചോദിക്കാനുള്ള ചോദ്യം ഇപ്പതാണല്ലോ, അത് ഉത്തരം പിടിച്ചോളി. എന്നിട്ട് പറയാ ഇസ്തിആനത്ത് എന്താ? വൽഇസ്തിആനത്തു മൈനാഹാ, ഇസ്തിആനത്തിന്റെ അർത്ഥം ത്വലബുൽ ഇആനതി, സഹായം ആവശ്യപ്പെടുക എന്നാണ്. എന്നിട്ട് പറഞ്ഞു വലിഹാദാ ഫമിൽ മുതഖറർ ഇൻദ അഹ്ലിൽ ഇൽമി അന്നഹു ലാ യജൂസു തലബുൽ ഇആനതി മിൻ മുസ്ലിമി അൽ ജിന്നി, മുസ്ലിം ജിന്നുകളിൽ നിന്ന് സഹായം ആവശ്യപ്പെടൽ ജായിസല്ല, കാരണം സ്വഹാബത്ത് ചെയ്തിട്ടില്ല. എന്നിട്ട് അവസാനം പറഞ്ഞു വഅസ്ലുൽ ഇസ്തിആനതി ബിൽ ജിന്നി, ജിന്നിനുള്ള ഇസ്തിആനത്തിന്റെ അസ്ല് മിൻ അസ്ബാബി ഇഗ്റാഇൽ ഇൻസിയ്യി ബിത്തവസ്സുലി ഇലൽ ജിന്നിയ്യി, ജിന്നിലേക്കുള്ളൊരു മാർഗം തേടാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. വബിരിഫഅതി മഖാമിഹി, അവന്റെ സ്ഥാനം ഉയർത്താനും പ്രേരിപ്പിക്കും. വബിൽ ഇസ്തിംതാഇ ബിഹി, ജിന്നോട് ഇസ്തിംതാഇനും പ്രേരിപ്പിക്കും. ഇസ്തിആനത്ത് ഇസ്തിംതാഇന് പ്രേരിപ്പിക്കും, അതാവട്ടെ ഹറാമാണ്. എന്നിട്ട് പറഞ്ഞു വഖദ് ഖാല ജല്ല വഅല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅലിൻ. ഈ ആയത്തന്നെ, ഈ ആയത്തിൽ തൊട്ടാ പറഞ്ഞത് ഈ ഇസ്തിംതാഇന് പ്രേരകമാണ് ഇസ്തിആനത്ത്. അതുകൊണ്ട് ഇസ്തിആനത്ത് ഹറാം, ശിർക്കിലേക്കുള്ള വസീല, വസീലത്തുൻ മിൻ വസായിദി ശിർക്കി, ശിർക്കിലേക്കുള്ള വസീലയാണ്. ലാ യജൂസു, ജായിസാവുക ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാ അല്ലാഹ് പറഞ്ഞു റബ്ബന ഇസ്തംതഅ ബഅദുനാ. അബദുൽ വ്യാഖ്യാനമാരാ? ആലു ഷെയ്ഖ്. സാലിസ് പണ്ട് പറഞ്ഞു ആലു ഷെയ്ഖിനെ തോട്ട് കയറണമെന്ന്, ആലു ഷെയ്ഖിനെ തോട്ടിലേക്ക് എറിയണം. ആ ആലു ഷെയ്ഖ് ആയതും പറഞ്ഞത് എവിടെ? സാലിസ് അന്ന് വായിച്ച ഇബാറത്തിന്റെ മേലെ ഭാഗത്തന്നെ, അത്തംഹീദില് സാലിസ് അന്ന് വായിച്ച ഇബാറത്തിന്റെ മേലെ ഭാഗത്ത്. അതുകൊണ്ട് കോയിച്ച സംഭവത്തില് എന്റെ 4ാമത്തെ ചോദ്യം അതായിരുന്നു. സാലിസ് വാടാലപ്പള്ളി പന്നിപ്പാറ സംഭവത്തിൽ പറഞ്ഞു ഇലാജിന്റെ സമയത്ത്, റുഖിയയുടെ സമയത്തുള്ള ഇസ്തിആനത്തിൽ ശിർക്കായതുണ്ട്, വസീലയായതുണ്ട്. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏതായത്ത് പ്രകാരം, ഏത് ഹദീസ് പ്രകാരം? ഇല്ലെങ്കിൽ ഏതായത്ത് പ്രകാരം, ഏത് ഹദീസ് പ്രകാരം? ഇനി ഉത്തരം പറയുന്നില്ലെങ്കിൽ ഏതായത്ത് പ്രകാരം, ഏത് ഹദീസ് പ്രകാരം എന്നാ ചോദിച്ചതെന്ന്. 3000 ആയത്തോ ഹദീസ് പറഞ്ഞു. മൂപ്പര് മിണ്ടില്ല, ഒരക്ഷരം മിണ്ടില്ല. സാലിസ് പറഞ്ഞ അംഗീകരിക്കുന്നു എന്നോ അംഗീകരിക്കുന്നില്ല എന്നോ ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ സാലിസും ഇല്ല, റാബിയും ഇല്ല, ഒന്നും കാണാനില്ല. ഇന്നലെ മഞ്ചേരിയിൽ വന്ന ചോദ്യം, ഇന്നലെ മഞ്ചേരിയിൽ വന്നു. സാലിസ് എങ്ങനെ പറഞ്ഞിരുന്നുവല്ലോ, ഇത് ഏതായത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരല്ല, അവിടെ ഉത്തരല്ല. എന്നിട്ട് ഇവിടെ ഞങ്ങൾ 4 അഭിപ്രായം, 4 ഒന്നിച്ചെക്കാൻ തയ്യാറുണ്ടോ? സക്കരിയ സ്വലായും ഫൈസൽ മുസ്ലിം ഒന്നിച്ചു വരുമെന്നാ റഷീദ് ചുക്രി ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് 14-ാം തീയതി തലശ്ശേരി കണ്ടാൽ ഒപ്പുണ്ടാവും, അവിടേക്ക് വരണം. അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഇത് ലോക പണ്ഡിതന്മാർ ഈ ആയത്തിനെ ആ നിലയ്ക്ക് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിൽ പറഞ്ഞു ഈ ഇസ്തിംതാഅൊക്കെ പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു ഫബഖാഉൽ അംരി അലാ ഉമൂമിഹി, അതുകൊണ്ട് ഇതിന് ആമായ കാര്യത്തിൽ തന്നെ ഇത് നിലകൊള്ളുന്നു. ബിമാ യശ്മലു ജമീഅ, എല്ലാ ഇസ്തിംതാഉം ഇതിൽ ഉൾക്കൊള്ളും. ഹാദാ ഹുവൽ അസ്ലു, ഇതാണ് അസ്ല്. അപ്പൊ ഇസ്തിംതാഇന്റെ അസ്ല് ഏതാ? മുഹറം.
ഇസ്തിംതാഇന്റെ അസ്ല് മുഹറമുൻ ഫിൽ കിതാബി ഫി നുസൂസിൽ കിതാബി വസുന്ന, കിതാബിന്റെയും സുന്നത്തിന്റെയും നസ്സുകളിൽ ഹറാമാക്കപ്പെട്ടതാണ് ഇസ്തിംതാഴ്. ഹാദാ ഹുവൽ അസ്ലു, ഇതാണ് അസ്ല്. അപ്പൊ ഇസ്തിംതാഇന്റെ അസ്ല് തന്നെ ഹറാമാ, അസ്ൽ തന്നെ വസിയത്തു ശിർക്ക. പിന്നെ ദിവ്യത്വം കൽപ്പിക്കുകയാണെങ്കിൽ അശിർക്കായി മാറും. അസ്ല് ഹറാമ്, അസ്ല് ഹറാമ്. അത് ആലു ശൈഖ് പറഞ്ഞു. എന്നിട്ട് ആ അസ്ലിന് പുറമെ ദിവ്യത്വം കൽപ്പിച്ചാൽ ശിർക്കായി മാറി, ഇല്ലെങ്കിലോ ആ അസ്ലിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യും. ഇനി ഫൈസൽ മുസ്ലിയാർ ഈ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുവെന്നാണോ എങ്കിൽ ഈ ആയത്തു പ്രകാരം എല്ലാ ഇസ്തിംതാഴും ജിന്നുമായി ബന്ധപ്പെട്ട ഏത് ഇസ്തിംതാഴും ശിർക്കാണെന്ന് പറഞ്ഞ ഒരു സഹാബി, ഒരു താബിഈ, ഒരു താബിഉ താബിഈ, വേണ്ട ലോകത്തെ ഏതെങ്കിലും ഖുർആൻ വ്യാഖ്യാതാവ് ഉണ്ടെങ്കിൽ കാണിക്കട്ടെ. ഇസ്തിംതാ മുഴുവൻ ശിർക്ക് എന്ന് പറഞ്ഞ ഈ ആയത്തിൽ അല്ലാഹ് പഠിപ്പിച്ചത് പ്രകാരം ജിന്നും ഇൻസും തമ്മിൽ ഇസ്തിംതാ ഉണ്ട്, എന്നാൽ എല്ലാ ഇസ്തിംതാവും ശിർക്കാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ തഫ്സീർ ഒരു സഹാബിയുടെ പേര്, ഒരു താബിയുടെ പേര്, ഒരു താബിയുടെ പേര് കാണിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? കഴിയില്ല, ഉറപ്പാ. ഞാൻ ആ വിഷയത്തിൽ ചർച്ച വേണോ, സംവാദം വേണോ, ഞങ്ങൾ തയ്യാറാണ്. ഈ ആയത്ത് ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ, ആ വിഷയത്തിൽ സംവാദം വെക്കുക. വ്യവസ്ഥ ഏതായാലും നാസസുലമ വേണ്ടാക്കി ആ വ്യവസ്ഥ മതി. ഒരു ചർച്ചയ്ക്ക് ഞാൻ അയാൾ പോരാ. എന്തെങ്കിലും ദേശം ഒരു ഇതുള്ളവൻ വരണ്ടേ, എന്തെങ്കിലും നിലവാരമുള്ളവൻ വരണ്ടേ. ഒരു കിതാബ് വായിക്കാനെങ്കിലും. അത് നാസസുലമി പോരാ. പിന്നെ നാസസുലമി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബാക്കിയുള്ളത് അബ്ദുറഹ്മാൻ സലഫി മാത്രം. കാരണം നമ്മൾ ആദ്യം വിചാരിച്ചു ഹനീഫ് കായക്കൊടി ഒക്കെ ഉണ്ട്, ഇപ്പൊ മനസ്സിലായി കായക്കൊടി നാസസുലമി കിതാബ് തുറക്കാനേ ഉള്ളൂ. അല്ല, അതിനുമില്ല, അതിനുമില്ല. കാരണം കിതാബ് തുറത്തില്ല. മൂപ്പരവിടെ വന്നിട്ട് നേരത്തെ പിന്നാലെ അവൻ ചെയ്ത പണി എന്താ അറിയോ? ഈ കുഞ്ഞാലാക്കി ഇരിക്കണ പോലെ സാധനമായിട്ട് കഴിഞ്ഞു മുമ്പ് തന്നെ മൂപ്പരിങ്ങനെ ഫോട്ടോ പിടിക്കുന്നു. കായക്കൊടിക്ക് അന്നുള്ള ആകെ പണിയതാ. ഒരു വന്നേക്ക് ഇത് ഓണാക്കി മുമ്പിലവിടെ വെച്ചിട്ട് മൂപ്പര് ഫോട്ടോഗ്രാഫർ. അപ്പൊ കിതാബ് എടുക്കാൻ രണ്ടാൾ വേണം പറഞ്ഞിട്ട് ഒരാളെ പണി ഫോട്ടോ എടുക്കല. ഹംസബാക്കായി പിന്നെ ഇങ്ങനെ കയ്യും കെട്ടി പറഞ്ഞ നോക്കിങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഓല രണ്ടാളിന് പറ്റുരാൻസായി. കായക്കൊടി ഇടയ്ക്ക് എന്തോ ഒരു ചെറിയൊരു കുറിപ്പ് കൊടുത്തു, അത് കുടിക്കുകയും ചെയ്തു. ഒരു കുറിപ്പ് കായക്കൊടി കൊടുത്തു. അതായത് മൂപ്പരിങ്ങനെ നമ്മൾ ഒരു ഫയൽ ഇങ്ങനെ വായിച്ചപ്പോ കായക്കൊടി ഒരു എഴുത്ത് കൊടുത്തു, പിന്നെ പറയുക എന്ന് എഴുത്ത് കൊടുത്തു. മൂപ്പര് ഇങ്ങനെ കാര്യമായിട്ട് ഇടങ്ങാറായി കെട്ടിയ മന്നത് ഇങ്ങനെ വായിക്കുമ്പോ ഒരു എഴുത്ത് ബാക്കി മൂപ്പര് വേർത്ത് ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ പറയുക എന്നിട്ട് മൂപ്പര് വാക്കിയാണ് പ്രസംഗിച്ചു. എന്തിനായി തന്നത്, എന്താ ഈ എഴുത്ത്? അതൊന്നുമില്ല. ആ സീഡ് കണ്ടാൽ അറിയാ. പണ്ട് ഒസങ്കടി സംഭവത്തിൽ നമുക്ക് സീൻ ഓർമ്മയുണ്ട്. പേരോടിന്റെ സക്കരിയ സലാഹി പ്രസംഗിക്കുക മഖ്ദൂമിന്റെ പരിഭാഷയെ പറ്റി. ഇപ്പൊ പേരോട് ഇങ്ങനെ ഹാലളകിട്ട് പ്രസംഗിച്ചു. ആരാ മഖ്ദൂമി, ഏതായി മഖ്ദൂമി, സുന്നത്തുൽ ജമാഅത്തിന്റെ ആരാ മഖ്ദൂമി, SYSന്റെ ആരാ മഖ്ദൂമി എന്ന് വെച്ച് മൂപ്പരിങ്ങനെ ഇളകുമ്പോ നമ്മൾ ബാഗ് നിർത്തൂ റിസാല. അപ്പൊ റിസാലിന്റെ ബാക്കില് ഈ മഖ്ദൂമിന്റെ ഖുർആൻ പരിഭാഷയുടെ പരസ്യം വന്നിട്ടുണ്ട്. ഇത് വായിക്കാനാണ് എടുത്തത്. അപ്പൊ അലവി സക്കാഫിക്ക് മനസ്സിലായി ഇത് സംഗതി ബുദ്ധിമുട്ടാണ്. അപ്പൊ അലവി സക്കാഫി എഴുത്തു കൊടുത്തു റിസാലയിലെ പരസ്യം. പേരോട് തന്നെ ഇളകെടുത്ത് കിട്ടുമ്പോൾ റിസാല നല്ലൊരു വാരികയാണ്, നമ്മളൊരു മാസികയാണ്, എല്ലാവരും വായിക്കണം, നല്ലൊരു സാധനമാണ്, അതിലൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് ബാക്കി പ്രസംഗിച്ചു എന്ന് പറഞ്ഞ പോലെയാ. പിന്നെ പറയുക എന്ന് എഴുത്തോടുത്തപ്പോ കായക്കൊടിക്ക് മനസ്സിലായി ഇതിപ്പോ പറഞ്ഞ എടുങ്ങാറാണ്, പിന്നെ പറഞ്ഞാൽ മതി. അപ്പൊ മൂപ്പര് എന്ത് പറഞ്ഞു, പിന്നെ പറയുക, അതാണ് വായിച്ചു. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോൾ ആകെ ബാക്കി അബ്ദുറഹ്മാൻ സലഫിയേ ഉള്ളൂ. സലഫി തയ്യാറുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം, സംവാദം നടത്താം. ആ വ്യവസ്ഥ തന്നെ മതി. വിഷയം യാഴിബാദുള്ള വേണോ അതാക്കാം, ഇസ്തിആനത്ത് വേണോ അതാക്കാം, ഇസ്തിംതാഴ് വേണോ അതാക്കാം, ഏതായാലും കുഴപ്പമില്ല. പക്ഷേ പരമാവധി അത് പരസ്യമായി നടക്കട്ടെ. എല്ലാ മുജാഹിദിനും ഒന്ന് കേൾക്കാലോ. ഖുറാഫികളാവുമ്പോഴല്ലേ കലക്കൊന്നു പോലെയുള്ളൂ, ഇതിപ്പോ അതൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പരസ്യമായി ഒരു മുജാഹിദ് മഹല്ലിൽ പുളിക്കൽ പോലുള്ള, അരീക്കോട് പോലുള്ള, അതല്ലെങ്കിൽ ഉദായി പോലുള്ള ഒരു മുജാഹിദ് മഹല്ലിൽ പരസ്യമായി ഒരു സംവാദം നടക്കട്ടെ. അബ്ദുറഹ്മാൻ സലഫി ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കുക. ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഞാൻ വരാം. ഞാൻ സ്വലാഹി വേണോ സ്വലാഹിയും വരാൻ തയ്യാറാ, ഒരു കുഴപ്പമില്ല, നമുക്ക് നടത്താം. ആളുകൾ പഠിക്കട്ടെ, ആരാ ദുർവ്യാഖ്യാനിച്ചത്, ആരാ ഇതിന് ഇല്ലാത്തത് പറഞ്ഞത്, മനുഷ്യന്മാർ മനസ്സിലാക്കട്ടെ എന്നാണ് ഇപ്പൊ സൂചിപ്പിക്കാനുള്ളത്.